ഗോൾഡ് വന്നു, ഡയമണ്ടും ഇപ്പൊ കുറെയൊക്കെ ഭയങ്കര ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി. ഇനി ഒരു നമ്മളെപ്പോഴും ഇങ്ങനെ പുതുമ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണമല്ലോ, എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരണമല്ലോ. അടുത്ത ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് നിങ്ങളുടേത്? ഞങ്ങൾ ഋതു കർണിക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഋതു കർണിക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ തന്നെ പ്യുവർലി നമ്മൾ ഡിസൈനേഴ്സിനെ വെച്ച് വളരെ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന തീം ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലേഴ്സ്. നമ്മൾ പല ജ്വല്ലറി മുതലാളിമാരെ കാണുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ കയ്യിൽ വലിയ ഒരു ഭയങ്കര ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഉണ്ടാവുക. ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ. ഇതൊക്കെ എന്താണ് ഈ സംഭവം? നമ്മൾ ഈ ഫീൽഡാണല്ലോ, അപ്പോൾ പണ്ട് തൊട്ടേ ഈ കല്ലുകൾ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, സ്റ്റോൺസ്, കല്ല് നടുതലത്തെ കല്ലുകൾ, സ്റ്റോൺസ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ നല്ലോണം പഠിച്ചു. കാര്യം ഇപ്പോൾ ഞാൻ നോക്കിയ മാർക്കറ്റിനകത്ത് ഇതിനൊന്നും ഒരു വിലയില്ല. നമ്മൾ പറയുന്നതാണ് ഇതിനൊക്കെ വില, പറയുന്നതാണ് ഇത് വില. ഇപ്പം ഞാൻ പറയുന്നത് ഒറിജിനലാണ്, വീണ ഇത് വിശ്വസിച്ചു ഇതിനൊരു ക്യാരറ്റ് 5000 രൂപ എന്ന് പറഞ്ഞ് വീണ മേടിക്കും. അത് ഞാൻ പറയുന്ന രീതിയാണ്.